വെച്ചാൽ ഞാൻ കോഴ്സ് കഴിഞ്ഞിട്ടാണ് വന്നത്. എന്നാലും ഇതിനെപ്പറ്റി വലിയൊരു അറിവില്ലായിരുന്നു. ഇവിടെ വന്നപ്പോഴാണ് ഞാൻ ഇതിന്റെ മുന്നേ ഒരു ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ട്, ഐബ ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അവിടുന്ന് തിയറി തന്നെയായിരുന്നു കൂടുതൽ, 2 മണിക്കൂർ മാത്രമായിരുന്നു ഒരു ദിവസം. ഇവിടെ വന്നപ്പോഴാണ് പ്രാക്ടിക്കലായിട്ട് തിയറി ആയിട്ടാണ് ഇന്റേൺഷിപ്പ്. പിന്നെ 1-2 വേറെ ഇവിടെ കൊണ്ടുപോയി CFS-ൽ. അത് മാത്രമായിരുന്നു ഇവിടെ വന്നപ്പോഴാണ് ജോലി ചെയ്യാൻ പറ്റില്ലല്ലോ. ഇല്ല, അറിയില്ല. ഇവിടെ വന്നപ്പോഴാണ് പഠിച്ചു തുടങ്ങിയത്. പോയി ടോക്കിയോ ഇൻഡസ്ട്രിയെ കുറിച്ച് അത്യാവശ്യം അറിവ് കിട്ടി. BL എന്തൊക്കെ ചെയ്തു ഇവിടെ ട്രെയിനിങ് ചെയ്യുന്ന സമയത്ത്? എക്സ്പോർട്ട് BL, ഇമ്പോർട്ട് ട്രാൻസ്ഷിപ്മെന്റ്, ഡിസ്ചാർജ് ലോഡ്, പിന്നെ മൂവ്മെന്റ്, പിന്നെ TDR-ഉം ഇൻവോയ്സ് ചെയ്തില്ലേ? ഇല്ല, പ്രിപ്പയർ ചെയ്യാൻ മറ്റൊരു. ഓക്കെ, അപ്പൊ മേജറായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു. ഓക്കെ, അപ്പൊ അതില് കോൺഫിഡൻസ് ലെവൽ എങ്ങനെയുണ്ട് ഇപ്പൊ? ആ ഒരു ചെയ്ത് ആദ്യം മുമ്പത്തെ നമ്മളൊരു ജോലി അന്വേഷിക്കാൻ പോകുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന മനസ്സിലുള്ള ഒരു ഫീലിംഗും ഇത് കഴിഞ്ഞിട്ടൊരു ജോലി അന്വേഷിക്കാൻ പോവുകയാണെങ്കിൽ നമുക്ക് മനസ്സിലുണ്ടാവുന്ന ഫീലിംഗ്, അതിന്റെ ഡിഫറൻസ് പറയാം. ഇവിടെ ഇന്റർവ്യൂവിന് വന്നപ്പോ തന്നെ സാർ ചോദിക്കുന്നൊന്നും അറിയില്ലായിരുന്നു. ഇപ്പൊ അത്യാവശ്യം പറയാൻ പറ്റും. ചോദിച്ചാലും കേട്ടിട്ടുള്ള എന്തെങ്കിലും ഉണ്ടാവും, എന്തെങ്കിലും അറിയുന്നുള്ള അത് വ്യത്യാസം കിട്ടും. നമ്മുടെ വീഡിയോ സെഷൻസ് ഒക്കെ വളരെ ഹെൽപ്ഫുൾ ആയിരുന്നോ? നമ്മള് വീഡിയോ ഇട്ട് കാണിച്ചു തന്നല്ലോ, ഓരോ കാര്യം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിരുന്നില്ല? ഇടയ്ക്ക് ഓരോ പ്രോസസ് ഒക്കെ വീഡിയോയിൽ മനസ്സിലാക്കി തുടങ്ങിയത്. പ്രോസസ് എന്താണെന്ന്, പിന്നെ നോട്ട്സ് എഴുതി വെച്ചിരുന്ന കാര്യങ്ങൾ അതൊന്നും ഒരിക്കലും, അതൊക്കെ നിങ്ങളുടെ ഇനി ഗോയിങ് ഫോർവേഡ് കരിയറിൽ അത്യാവശ്യമാണ്. ഏത് സെക്ഷനിലേക്കാണ് നിങ്ങൾ ഇപ്പൊ ആദ്യം പോണ കമ്പനി ഒരു സെക്ഷനിലേക്കാണെങ്കിൽ അടുത്ത വേറെ സെക്ഷനിലേക്കായിരിക്കും. അതൊക്കെ ഈ നോട്ട്സ് ഉപകരിക്കും കേട്ടാ. കഴിയുന്നുണ്ടെങ്കിൽ അതൊക്കെ ഓൺലൈൻ കിട്ടോ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ക്ലൗഡിലേക്ക് അവിടെ ഇട്ട് വെച്ചു സ്കാൻ ചെയ്യും. പിന്നെ പൊതുവെ വേറെ എന്തുണ്ട് കോഴ്സിനെ പറ്റിയും എക്സ്പീരിയൻസിനെ പറ്റിയും പറയുകയാണെങ്കിൽ? 3 മാസം വർത്താണ് ചെയ്തത് വെച്ച് നോക്കുമ്പോൾ. ഇനിയിപ്പോ ഈ റെസ്പോൺസിബിലിറ്റിയിലേക്ക് മാറി അതൊക്കെ ചെയ്ത് നോക്കിയില്ല. മെയിൽ മാത്രമായിരുന്നു പ്രശ്നം. അതെ, ഈ മെയില് ആണ് ഇപ്പൊ ഇവര് നിങ്ങള് ലൈവായിട്ടുള്ള മെയിലാണ് കാണേണ്ടിരുന്നത്. ഇപ്പൊ മെയിൽസ് കൂടി വന്നു കഴിയുമ്പോഴത്തേക്ക് മെയിൽ നോക്കി ഫോളോ അപ്പ് ചെയ്ത് ചെയ്യാനുള്ള ഒരു ഇതിലേക്ക് വരും. പിന്നെ നിങ്ങളെ എന്താ പറയാ ഒഫീഷ്യലി ഒരു അതെ 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 അത് കഴിഞ്ഞു. പിന്നെ റെസ്പോൺസിബിലിറ്റി ജോലി കയറുമ്പോ അങ്ങനെയല്ല. ജോലി കയറുമ്പോ നിങ്ങൾ ഫുൾ ടൈം റെസ്പോൺസിബിൾ ആണ്, 24 hours റെസ്പോൺസിബിൾ ആണ്. പിന്നെ ഷിപ്പിംഗ് ഇൻഡസ്ട്രി പറഞ്ഞ പോലെ 24/7 ആണ്, 365 days. എപ്പോഴാണ് നമുക്ക് വർക്ക് ചെയ്യേണ്ടി വരുന്നത് അറിയത്തില്ല. എല്ലാവരോടും കൂടി പറയുന്നു എപ്പോഴാണ് വർക്ക് ചെയ്യേണ്ടതെന്ന് പറയുന്നത്, എപ്പോഴും റെഡി ആയിരുന്നു വർക്ക് ചെയ്യാൻ. ഓക്കെ, താങ്ക് യു.